പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ മാസത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ആൻഡ്രോയിഡ് ആപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഓരോ ആപ്സും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടതുമാണ്. ഒന്നാമത്തെ നമ്മുടെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ വെച്ച് തുടങ്ങാം. വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഒരുപാട് എണ്ണം നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ചിലത് എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ ലാസ്റ്റ് ടൈം കാണിച്ചതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവരുന്നത്. വാലി AI വാൾപേപ്പർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇസ് വെരി ഗുഡ്. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഇൻ്റർഫേസും ഭയങ്കര വൃത്തിക്കും ക്ലീൻ ആയിട്ട് നല്ലൊരു കളർ പാറ്റേണിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ആപ്പ് ഓപ്പൺ ആക്കുക വരുന്നത്. ഈ കളക്ഷൻസ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മിഡ് നൈറ്റ് സിംഫണി, കോസ്മിക് ഒഡീസി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള പല ടെക്സ്ചേഴ്സിലുള്ള കുറേ വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്ചർ വാൾപേപ്പർ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമേറ്റഡ് വേണോ, അല്ലെങ്കിൽ ഒറിഗാമി റിലേറ്റഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് വേണോ, അങ്ങനെയുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ഭാഗം നമുക്ക് പെയ്ഡ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള കുറേ വാൾപേപ്പേഴ്സും ഉണ്ട്. ഇതിനകത്തുള്ള ഫ്രീ ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് തന്നെ ഈ പറയുന്ന ഓരോ കാറ്റഗറീസിൽ നിന്ന് അവർ പിക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫ്രീ വാൾപേപ്പർ തന്നെ മോർ ദാൻ ഇനഫ്. കാര്യം നിങ്ങൾ ഇതിനകത്ത് പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോ വേർഷൻ വാങ്ങിച്ച് ഈ ഒരു ഡെവലപ്പറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഇതിനകത്തുള്ള ഫ്രീ വാൾപേപ്പർ തന്നെ മോർ ദാൻ ഇനഫ്. അത്രയ്ക്കും സ്വീറ്റ് ആയിട്ടുള്ളതും അത്രയും കിടലായിട്ടുള്ള വാൾപേപ്പേഴ്സാണ്. നിങ്ങളൊരു പുതിയ വാൾപേപ്പർ ആപ്ലിക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തത് നോട്ടിഫയർ. ഈ നോട്ടിഫയർ എന്താ പരിപാടി എന്നറിയാമോ? ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. യെസ് നോട്ടിഫയർ എന്ന ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അവിടെ ആയിട്ട് ന്യൂ ടെംപ്ലേറ്റ് എന്ന് വന്നിട്ട് വരും. ഈ ന്യൂ ടെംപ്ലേറ്റിൽ ആപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു Airbnb കൊടുത്തു എന്ന് വെച്ചോ. എന്നിട്ട് ടൈറ്റിലായിട്ട് എന്താണ് വേണ്ടത്? ടൈറ്റിൽ മീൻസ് ആരയച്ചു, എന്ത് അയക്കുന്നു എന്നുള്ളതാണ് ഒരു ടൈറ്റിൽ. ടെക്സ്റ്റായിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണോ കൊടുക്കാനായിട്ട് പറ്റും. ഈ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ സ്കെഡ്യൂൾ ചെയ്തും വെക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അയക്കാനും പറ്റും. ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആപ്പാണോ കൊടുത്തത് അതിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കള്ളം പറയണം, കുറച്ച് വിശ്വസിക്കുന്ന കള്ളം പറയണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻ കാണിച്ചാൽ മതി. ആൻഡ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ, ബട്ട് ലൈഫിലെ പല സിറ്റുവേഷനിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റുള്ളേ. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ വരും. അടുത്ത ആപ്പ് വസാവി. ഇത് നമ്മുടെ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം, ഗോം ഡിജിറ്റൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കമ്പനിയുടെയൊക്കെ അണ്ടറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ചില ടാസ്കുകൾ ഇപ്പം നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ടാസ്കുകൾ ഞാൻ വാട്സപ്പിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വാട്സപ്പിൽ ഇടുന്നതിനെ അവർ വീണ്ടും ഗൂഗിൾ ടാസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ആപ്പിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്തിടും. എന്നാൽ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, വസാവി. ആപ്പ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വാട്സപ്പ് എപ്പോഴൊക്കെ ഓപ്പൺ ആക്കോ അപ്പോഴൊക്കെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ മേളിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് സ്കെഡ്യൂൾഡ് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ, പിന്നീട് നമുക്ക് നോട്ട്സിൻ്റെ ഒരു ഓപ്ഷൻ, പിന്നീട് ടാസ്കിൻ്റെ ഒരു ഓപ്ഷൻ, പിന്നീട് കോൾ ബട്ടൺ. നിങ്ങൾക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ക്വിക്ക് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അയച്ച ആ ഒരു ടെക്സ്റ്റിനെ നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വിക്ക് ടാസ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ടാസ്ക് ആയിട്ട് മാറും. സ്കെഡ്യൂൾ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ റിമൈൻഡർ ആക്കണമെന്നുണ്ടെങ്കിൽ റിമൈൻഡറും ആക്കാം. ഈവൻ കലണ്ടറിൽ മീറ്റിങ്ങും നാവിഗേഷനും വരെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ചാറ്റിലുള്ള ആളുമായിട്ട് ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജിന് ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കലണ്ടറിൽ ആഡ് ചെയ്താൽ മതി, ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ആവും. അടിപൊളി ആപ്പാണ് ഇത്. നോർമൽ യൂസേഴ്സിന് അത്ര വലിയ ഉപയോഗമുള്ളതല്ലെങ്കിലും നിങ്ങളിപ്പോൾ പണിയെടുക്കുന്നവരാണ്, നിങ്ങളുടെ ഒരു ഓഫീസ് ഫോണിൻ്റെ അകത്ത് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും, ഒരു എക്സ്ട്രാ കുറച്ച് പണികൾ ഒഴിവാകും. അടുത്ത ആപ്പ് അവേക്ക് നൗ. ഇത് ഒരു 30 രൂപയുടെ ആപ്പാണ്. ഒരു 30 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ APK ലിങ്ക് കൂടി ഞാൻ കൊടുത്തിരിക്കാം. പക്ഷേ APK ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അവേക്ക് നൗവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില നോട്ടിഫിക്കേഷൻസ് നമ്മൾ മിസ്സായി പോകാറുണ്ട്. കാര്യം നോട്ടിഫിക്കേഷൻ സൗണ്ട് ഭയങ്കര ലൗഡാവണമെന്നില്ല. ആൻഡ് ചിലപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ മിസ്സായി പോകാം. എന്നാൽ അവേക്ക് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പെർമിഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു നോട്ടിഫിക്കേഷൻ അലാമാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് അലാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഈ ആക്ടിവേറ്റ് അലാം കൊടുക്കുമ്പോൾ ഒരു കീവേഡ് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ അകത്ത് ഒരു കീവേഡ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേൾ ഫ്രണ്ട് നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? സ്വീറ്റ് നെയിംസ് കാണുമല്ലോ, ബേബി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ.
അതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പൈസ അല്ലെങ്കിൽ മണി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കീവേഡ്, അല്ലെങ്കിൽ സ്റ്റാഫ്സ് എന്ന് പറയുന്നതാണ് കീവേഡ്, ജോബ് എന്ന് പറയുന്നതാണ് കീവേഡ്. അങ്ങനെ എന്താണോ നിങ്ങളുടെ മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കീവേഡ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കീവേഡുള്ള മെസ്സേജുകൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ആപ്പ് അത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അലാമായിട്ട് നോട്ടിഫിക്കേഷൻ തരും. അലാം അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു കീവേഡുള്ള ഏതൊരു മെസ്സേജാണ് വന്നത്, അതുകൊണ്ട് ഞാൻ പോയി ചെക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് എപ്പോഴും ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് ഇയർലി പ്രോഗ്രസ്. സോ ഇയർലി പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണെന്നല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർഷത്തിൻ്റെ പ്രോഗ്രസ് കാണാൻ പറ്റും. ഇനി എന്തുമാത്രം ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വിഡ്ജറ്റ് ആപ്പാണ്. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തിൻ്റെ 28% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഈ മാസത്തിൻ്റെ 40% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഈ ദിവസത്തിൻ്റെ 27% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വിഡ്ജറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഓരോ വിഡ്ജറ്റ് കാണാൻ പറ്റും. അതായത് ഈ വർഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു വിഡ്ജറ്റ് കാണാൻ പറ്റും, ഈ മന്തിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വിഡ്ജറ്റ് കാണാൻ പറ്റും, ഈ വീക്കിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ വിഡ്ജറ്റ് കാണാൻ പറ്റും. ഈ വിഡ്ജറ്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. സോ എന്തിനാണ് ബേസിക്കലി ആഡ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ വലിയ ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ ഒന്ന് ആലോചിക്കാം, വർഷം തീരാറായി എന്നിട്ട് നമ്മൾ ഗതി പിടിച്ചിട്ടില്ല, അയ്യോ 2024 28% ആയി, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പെർസെൻറ്റേജ് പോലും കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ആലോചിച്ചിരിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏവനെങ്കിലും ഇവിടെ നിന്ന് പോയാൽ ഒരുമാതിരി 1 മില്യൺ ടു 1.2 മില്യൺ ഞാൻ ഒരുമാതിരി ഇങ്ങനെ നിൽപ്പുണ്ട് സ്റ്റക്കായിട്ട്. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ടാണ് വീഡിയോ കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്നത്. പ്ലീസ്. അപ്പോൾ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും കാണുന്നത് വരേക്കും ബൈ.